മലയാളം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഡോക്ടർ രജിത് കുമാർ. അദ്ദേഹം ബിബിയിൽ നിന്ന് ഔട്ടാകുന്ന ഒരു ഫിസിക്കൽ അസോൾട്ടിനെ തുടർന്നാണ്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സ്കൂൾ കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് അന്ന് കൊടുത്തിരുന്നത്. ആര്യ പ്രധാന അധ്യാപികയായിട്ടും സുജോദയ ഫുക്രു എന്നിവർ അധ്യാപകരായിട്ടുമാണ് ഈ ടാസ്കിൽ എത്തുന്നത്. ബാക്കി കണ്ടസ്റ്റൻറ്റുകളെല്ലാം പറഞ്ഞാൽ കേൾക്കാത്ത വികൃതിയായ കുട്ടികളായിട്ടാണ് അഭിനയിക്കേണ്ടത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ക്ലാസ്സിൽ ഫുക്രുവാണ് അധ്യാപകനായിട്ടുള്ളത്. അന്ന് രേഷ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ വിഷസൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. ഓരോ കുട്ടികളായി എഴുന്നേറ്റ് ചെന്ന് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയും ആശംസകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. രജിത് സാറിൻ്റെ ഊഴമെത്തിയപ്പോൾ രജിത് സാർ ഇതിൻ്റെ മുൻപേ പച്ചക്കറികളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ പച്ചമുളകൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പച്ചമുളകിൻ്റെ ഒരു തുഞ്ചെടുത്തിട്ട് വീഡിയോയിൽ നമുക്ക് കാണാം. അത് ഞെരടിയുന്നതൊക്കെ കാണാം. അത് ഞെരടി രേഷ്മയുടെ കണ്ണിൽ തേക്കുകയാണ് ഉണ്ടായത്. രേഷ്മക്കപ്പോൾ അത് പച്ചമുളകാണ് എന്നൊന്നും അറിയില്ല. അവൾ കണ്ണിൽ എന്തോ എരിയുന്നത് തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്. അമൃത പച്ചമുളക് രജിത് സാറിൻ്റെ കയ്യിൽ കണ്ടതായിട്ട് പറയുന്നുണ്ട്. വീഡിയോയിൽ അത് വ്യക്തമാവുന്നതുമാണ്. രേഷ്മ കരയുകയും ബിഗ് ബോസിനോട് സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവളെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വികൃതിയായ ഒരു കുട്ടിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രജിത് സാർ അപ്പോൾ ചെയ്ത ഒരു കാര്യമാണ്. അത് വലിയൊരു ഇഷ്യൂ ആകുകയും പിന്നീട് രജിത് സാർ തന്നെ പറയും, ഞാൻ അത് ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്തതല്ല, ഞാൻ അവളെ ഉദ്ദേശിച്ച് കൊണ്ടുവന്നതുമല്ല, മെയിൽ കണ്ടസ്റ്റൻറ്റിനെ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചു പോയി. ഒരു മുളക് തേച്ചത് കൊണ്ട് കണ്ണിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്തുള്ള എരിവും കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ രേഷ്മയുടെ കാര്യം അങ്ങനെയല്ല. കണ്ണിന് അസുഖമുള്ള ഒരു കുട്ടിയാണ്. അത് രജിത് സാറിൻ്റെ ചിന്തയിൽ വന്നില്ല. അങ്ങനെ അബദ്ധവശാൽ സംഭവിച്ചതാണെന്ന് മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. എച്ചമായ ആര്യ അത് അംഗീകരിക്കുകയും മറ്റുള്ളവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ബിഗ് ബോസ് രജിത് സാറിനെ പുറത്താക്കുകയാണ് ചെയ്തത്. 5 ദിവസങ്ങൾക്ക് ശേഷം ലാലേട്ടൻ എപ്പിസോഡിൽ എത്തുന്നു. ലാലേട്ടൻ വിവരങ്ങളെല്ലാം ചോദിക്കുന്നു. ആദ്യം രേഷ്മയോട് ചോദിക്കുന്നു. രേഷ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. പെട്ടെന്നായിരുന്നു. പക്ഷെ കണ്ണിൽ നന്നായിട്ട് എരിവുള്ളതായിരുന്നു. കൺഫെഷൻ റൂമിൽ പോയപ്പോഴാണ് മുളകിൻ്റെ ഒരു അംശം കിട്ടിയത്. അപ്പോഴാണ് മുളകാണെന്ന് തിരിച്ചറിയുന്നത്. ഒരുപാട് സഫർ ചെയ്തു എന്നൊക്കെ രേഷ്മ പറയുന്നുണ്ട്. ലാലേട്ടൻ മറ്റു മത്സരാർത്ഥികളോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആര്യയും മറ്റെല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ്. രജിത് സാർ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ചെയ്തതല്ല. ഒരു വികൃതിയായ കുട്ടീനെ ഒരു ടാസ്ക് ഏത് കൊടുത്താലും 100% എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആ ടാസ്കിൻ്റെ ഒരു വികൃതിയായ കുട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞ് കേൾക്കാത്തൊരു കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുന്ന നേരം ആ ഒരു ഇതിൽ അറിയാതെ ചെയ്തു പോയൊരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ചെയ്തതിന് അയാൾ പാശ്ചാത്തപിക്കുകയും അതേപോലെ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. അങ്ങനെ ലാലേട്ടൻ രജിത് സാറിനെ വേദിയിലേക്ക് വിളിക്കുന്നു. രജിത് സാറിനോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നു. ചെയ്തത് വലിയൊരു തെറ്റാണെന്നും അങ്ങേയറ്റം പശ്ചാത്താപമുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഞാൻ അതിന് എല്ലാവരോടും മാപ്പ് പറയുകയും ചെയ്തതാണ്. HM അതിന് മാപ്പ് തരികയും ചെയ്തു. ബിഗ് ബോസ് എന്നെ പുറത്താക്കി. ബയോളജി പഠിക്കുന്ന ആളെന്ന നിലക്ക് ഒരാൾക്ക് കണ്ണിൽ മുളക് തേച്ചാൽ യാതൊന്നും സംഭവിക്കില്ല. പക്ഷെ ആ കുട്ടിക്ക് കണ്ണിന് മറ്റ് അസുഖമുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എന്നോട് മറന്നുപോയി. അതാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകാൻ കാരണം. എന്നിരുന്നാലും ഒരു മുളക് തേച്ചത് കൊണ്ട് കണ്ണിന് വലിയ അസുഖങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ 2 കണ്ണുകളും ആ കുട്ടിക്ക് കൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയും. ലാലേട്ടൻ പിന്നീട് രേഷ്മയുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. വീട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു. അച്ഛന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആക്സെപ്റ്റബിൾ ആണ്. കാരണം അച്ഛൻ ഇതിനു മുമ്പേ രജിത് സാറിനെ കുറിച്ച് അറിയാം. അവരൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. രജിത് സാർ രേഷ്മയോട് ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്. അന്ന് ഞാൻ കൺഫെഷൻ റൂമിൽ നിന്ന് രേഷ്മ കരയുമ്പോൾ നെഞ്ചു പിടയുകയായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സംഭവിച്ചു പോയതാണെന്ന് ലാലേട്ടനും രേഷ്മയും ഒക്കെ അമ്മയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. രജിത് സാറ് രേഷ്മയുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യും. അവസാനം രേഷ്മയോട് ഒരു തീരുമാനം എടുക്കാൻ പറയുകയാണ്. രജിത് സാറിന് തിരിച്ച് വീട്ടിൽ കയറാനും മാപ്പ് കൊടുക്കാനും തയ്യാറാവണമെന്ന് രേഷ്മയോട് പറയുന്നു. മറ്റു കുടുംബാംഗങ്ങളുമെല്ലാമായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. രേഷ്മ മറ്റു കുടുംബാംഗങ്ങളോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? അതിൽ എല്ലാ മത്സരാർത്ഥികളും ഒരേപോലെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ദേഷ്യം ഉണ്ടാകും
ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്രത്തോളം മാപ്പും ഒക്കെ പറയുന്ന സ്ഥിതിക്ക് ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നിരുന്നാലും അതിന് ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അത് നീ ഏത് തീരുമാനമെടുത്താലും ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. അവസാനം രേഷ്മ ലാലേട്ടനോട് പറയുന്നത് ഇങ്ങനെയാണ്: മാപ്പ് വേണമെങ്കിൽ പേരിന് സ്വീകരിക്കാം, അകത്തേക്ക് കയറുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയാം. അത് അക്സെപ്റ്റബിൾ ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രവോക്കിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്കിൻ്റെ പേരിലോ അല്ല ഇങ്ങനെ സംഭവിച്ചത്. ഒരു ടാസ്കിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നത് വലിയ മോശമാണ്. അദ്ദേഹം ഒരു പഠിച്ച ഒരാളല്ലേ. മാത്രവുമല്ല, കുട്ടിയാണെങ്കിലും കുട്ടികൾക്കും അറിയാം കണ്ണിൽ മുളകെയ്തിയാൽ എരിയുമെന്ന്. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ ഹൗസിലേക്ക് വീണ്ടും കയറ്റാൻ ഞാൻ തയ്യാറല്ല എന്നാണ് രേഷ്മ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിത് സാർ പുറത്താവുന്നത്.